17ാമത് വാർഷിക ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനും നമ്മുടെ ഇടവകയുടെ ആദരണീയനായ വികാരിയുമായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മൂന്നുകുട്ടങ്ങലച്ഛൻ, തൈക്കൂടം ഇടവകയെ ഏറ്റവും കരുതലോടെ കാണുകയും ഏതൊരു വിഷയവുമായും ബന്ധപ്പെട്ട് സമീപിക്കേണ്ടി വരുമ്പോൾ അതിലൂടെ നിന്നും നല്ല നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിപ്പോരുന്ന വലിയ ബഹുമാനപ്പെട്ട ചാൻസലർ, ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ അധികായകനായ പ്രശസ്ത സംവിധായകൻ ശ്രീ വിനയൻ, ജോസഫ് വൈറ്റ്ലയുടെ പ്രഥമ ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള കോഴിക്കോടിൻ്റെ ശ്രീ വിമീഷ് മണിയൂർ, കേന്ദ്രസമിതിയുടെ ലീഡർ ശ്രീ എൽജു ആന്റണി അടിച്ചിയിൽ, തിരുനാൾ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ യേശുദാസ്, വിവിധ കമ്മിറ്റികളുടെ അംഗങ്ങളെ, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, ഇത്രയും സ്നേഹം നിറഞ്ഞ ഈ ഇടവകയുടെ ചാലകശക്തികളായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, 2024 സെപ്റ്റംബർ 29 വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ആരംഭിച്ച 1 വർഷം നീണ്ടുനിന്ന ഇടവകയുടെ 180ാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് ഇന്നിവിടെ തിരശ്ശീല വീഴുകയാണ്. ഈ സംരംഭം മഹത്തരമാക്കി മാറ്റുവാനായിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടും സഹകരിച്ചവർ നിരവധിയാണ്. ആ സുമനസ്സുകളെ ഞങ്ങൾ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. വിവിധ കമ്മിറ്റികളെ കോർത്തിണക്കുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ കടമയും കർത്തവ്യവും. അത് എത്രപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഇടവകങ്ങളുമാണ്. തീരെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഓർത്തു പോവുകയാണ്. നമ്മുടെ ഇടവകയിലേക്ക് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മൂന്നുകുട്ടങ്ങലച്ഛൻ വന്നു ചേർന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിന് നമ്മളുമായി സഹകരിക്കേണ്ടി വന്ന ഒരു പ്രധാന വിഷയം ചെല്ലാനം ഭാഗത്തുള്ള കടലോര മനുഷ്യരുടെ അവിടെയുണ്ടായ ആ കടൽക്ഷോഭത്തെ തുടർന്ന് അവർക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ ഈ ഇടവക അവരോട് സഹകരിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയുമായിരുന്നു. 2 വാഹനങ്ങളിലായി 2 ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛൻ ഇടവാങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസം പകരുകയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഈ ഇടവകയ്ക്ക് അൽമായർക്ക് ശില്പചാതുര്യത്തോടെയുള്ള ഒരു അൾത്താര സമ്മാനിച്ചുകൊണ്ട് കൂടുതൽ ഈ ഇടവകയുമായിട്ട് അദ്ദേഹം ഇഴുകിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മണ്ഡലം എത്രമാത്രം തീക്ഷ്ണതയോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മനസ്സിലാക്കാം. അദ്ദേഹം നമുക്ക് നൽകുന്ന ആ നേതൃത്വ പാഠവും
ഏതൊരു വെല്ലുവിളിയെയും ഈ ഇടവങ്ങൾ നേരിടാനായിട്ട് സുസജ്ജരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി സെബാസ്റ്റ്യൻ മൂന്നുകൂട്ടർ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, തൈക്കോടം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹവികാരി മാത്രമേ, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഒരു സഹവികാരി മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. എന്നാൽ അഭിമന്യ ജോസഫ് പിതാവിൻ്റെ ഈ ഇടവയോടുള്ള വാത്സല്യവും സ്നേഹവും കണക്കിലെടുത്തുകൊണ്ട് നമുക്കൊരു രണ്ടാമതൊരു സഹവികാരിയെ കൂടി താൽക്കാലികമായിട്ടെങ്കിലും നൽകുകയായിരുന്നു. അതിന്നും തുടർന്നു പോരുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട ചാൻസലർച്ചൻ്റെ ആ ശ്രമഫലവും അതിൻ്റെ പിന്നിലുള്ളതായിട്ട് നമുക്കറിയാവുന്ന ഒരു വസ്തുതയുമാണ്. ഇന്നിപ്പോൾ നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യവും ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട വലിയ ബഹുമാനപ്പെട്ട എവിജൻ അറക്കൽ അച്ഛനിലൂടെ വീണ്ടും നമ്മൾ അതിലൂടെ സ്നേഹലാഭങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏതൊരു വിഷയവുമായിട്ട് ചെന്നാലും വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദയോടെ കേൾക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് പോസിറ്റീവായി കാതോർക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ എവിജൻ അറക്കലച്ചിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും ഈ സമാപന സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് തന്നെ അറിയാം, ജോസഫ് വൈറ്റ്ലി എന്ന ആ സാഹിത്യകാരനെ കുറിച്ച് ഞാൻ നമ്മുടെ ഒരു ഇടഭാഗം കൂടെ ആയിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയേണ്ടതായിട്ടില്ല. എങ്കിൽ പോലും സിനിമാ ലോകവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഒരുപക്ഷെ പലർക്കും അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. വിജയൻ കരോട്ട് സംവിധാനം ചെയ്ത് ചെമ്മീൻ കെട്ടുന്ന ആ സിനിമയുടെ തിരക്കഥ രചിച്ചത് ജോസഫ് വൈറ്റ്ലിയാണ്. അതുപോലെ തന്നെ സിബി മലയലിൻ്റെ മുദ്ര എന്ന ചിത്രത്തിൻ്റെ സഹസംവിധാനമായി പ്രവർത്തിച്ചതും ശ്രീ ജോസഫ് വൈറ്റ്ലി തന്നെയാണ്. അങ്ങനെ സിനിമാ ലോകവുമായിട്ട് വളരെയധികം അഭേദ്യമായ ബന്ധം പുലർത്തി വന്നിരുന്ന ജോസഫ് വൈറ്റ്ലിയുടെ പ്രഥമ ചെറുകഥാ മത്സര പുരസ്കാരം അത് സമ്മാനിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നത് യാദൃച്ഛികമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ചലച്ചിത്ര ലോകത്ത് അതികായകനായിട്ടുള്ള ശ്രീ വിനയൻ സാറ്, അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കണമെന്ന് എൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ടുള്ള ശ്രീ എം എ ജോളിയോട് ആവശ്യപ്പെടുകയായിരുന്നു. യാദൃശ്യമായിട്ട് എന്ന് ഞാനിവിടെ വീണ്ടും യാദൃശ്യമായിട്ടല്ല, അത് നിമിത്തമായിട്ട് ഞങ്ങൾക്ക് അതിനെ കാണുകയാണ്. ഒരു സിനിമാ ലോകവുമായി ഏറെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ശ്രീ ജോസഫ് വൈറ്റ്ലിയുടെ ആ പുരസ്കാരം സമ്മാനിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു വ്യക്തിത്വം ശ്രീ വിനയൻ സാറിൻ്റെ മാത്രം തന്നെയാണ്. അദ്ദേഹത്തെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമാപന സമ്മേളനത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ്റെ കഥ അത് വളരെയധികം വിശകലനം ചെയ്ത് അതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ഷെവലിയർ ഡോക്ടർ ക്ലിമസ് പെരിഞ്ചേരി സാറായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ശ്രീ സി രാധാകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ ശ്രീ ജോസ് പനച്ചിപ്പുറം, മലയാള മനോരമയുടെ എല്ലാമായിട്ടുള്ള ശ്രീ ജോസ് പനച്ചിപ്പുറം എന്നിവരായിരുന്നു. അവരൊക്കെ തന്നെയും 150ഓളം കൃതികളിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കൃതിയാണ് മോനിയ ലല്ല എന്ന ചെറുകഥ. ഈ ചെറുകഥയുടെ കഥാകൃത്തായിട്ടുള്ള ശ്രീ ബിനീഷ് മണിയൂരിനെയാണ് ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മളെ ഒരു പ്രഥമ പുരസ്കാരം എന്നുള്ളതിൽ ഒരു തുടക്കം
അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നൽകുന്നത് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും മൊമന്റോയുമാണ്. പ്രിയമുള്ളവരെ, കോഴിക്കോടിൻ്റെ അഭിമാനമായ, സംസ്ഥാനത്തിൻ്റെ അഭിമാനമായ, സാഹിത്യ ലോകത്തിൻ്റെ അഭിമാനമായ ശ്രീ രമേശ് മണിയൂരിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇനി സ്വാഗതം ചെയ്യേണ്ടത് വേദിയുള്ള രണ്ട് വിശിഷ്ട വ്യക്തികളെ തന്നെയാണ്. ഔപചാരികതയുടെ പേരിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ട് നീങ്ങുന്ന ഈ കുടമയൂരിൻ്റെ കേന്ദ്ര സമിതി ലീഡർ ശ്രീ എൽജു ആന്റണിയെയും, അതുപോലെ തന്നെ ഈ തിരുനാൾ കമ്മിറ്റിയുടെ ഹൃദയമായ എല്ലാ മേഖലകളിലും ഓടി നടന്നതിൻ്റെ പ്രവർത്തനം ഏകോപിച്ച് ഇത് മനോഹരമാക്കി മാറ്റിയ ശ്രീ യേശുദാസിനെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ എൻ്റെ വ്യക്തമായ പേരിൽ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജോസഫ് ഫൈറ്റ്ലിയുടെ പ്രിയ പത്നി ശ്രീമതി എലിസബത്ത് ജോസഫ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീമതി എലിസബത്ത് ജോസഫിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, വിവിധ കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരെ, അവരോടൊപ്പം സഹകരിച്ച മറ്റംഗങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സമിതിയുടെ മറ്റു ഇതര ഭാരവാഹികൾ, പാരിഷ് കൗൺസിലിൻ്റെ ഭാരവാഹികൾ, എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഏറ്റവും ഒടുവിലായിട്ട് ഈ ഇടവകയുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും സാക്ഷ്യം നിന്നിട്ടുള്ള ഈ ഇടവാങ്ങളെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ഇടവകയോട് നൽകിക്കൊണ്ടിരുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ സമാപന സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട തൈക്കടം പള്ളി വികാരിയും 150 വാർഷികാഘോഷ കമ്മിറ്റിയുടെ ചെയർമാനും ലോകാധ്യക്ഷനുമായ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ മൂന്നമുട്ടിങ്ങൾ, വരാപ്പുഴ അതിരൂപതയുടെ ചാൻസലറും യോഗ ഉദ്ഘാടകനുമായ പെരിയ ബഹുമാനപ്പെട്ട എബിജിൻ അറക്കലച്ച, മുഖ്യാതിഥി സുപ്രസിദ്ധ സിനിമ സംവിധായകൻ ശ്രീ വിനയൻ സാർ, 150 വാർഷികാഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ നെൽസൺ തിരുമലത്ത്, പ്രഥമ ജോസഫ് ഫൈറ്റ്ലി പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ ശ്രീ രമേശ് മണിയൂർ, ഏറ്റവും അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സെന്റ് ഓഫീസേഴ്സ് തൈക്കൂടം 150 വാർഷിക റിപ്പോർട്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് പ്രളയ ദുരിതത്തിൽ അകപ്പെട്ട ഹതഭാഗ്യരുടെ വേദനയിൽ പങ്കുചേർന്ന് തൈക്കൂടം ഇടവക 175 വാർഷികാഘോഷികൾ ഉണ്ടായില്ല. മാറിയ സാഹചര്യത്തിൽ ഇടവകകളിൽ നിന്നും ഉയർന്നു വന്ന അഭിപ്രായം മാനിച്ച് 150ാമത് വാർഷികം അഭിവന്യ വരാപ്പുഴ ഉത്രാപ്പലിത്ത മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന്റെ അനുമതിയോടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാൽ നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇടവകയുടെ 179ാമത് പമ്പ്രേരിയ തിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ ദിനമായ 2024 സെപ്റ്റംബർ 29 പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ശേഷം അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട മുൻ വികാരി റവറൻഡ് ഫാദർ ജോബി അശീതുപറമ്പിലിന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കുകയും വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. പതാക ദീപശിഖ പ്രയാണം. വരാപ്പുഴ അതിരൂപത അതിമത്രാസന മന്ദിരത്തിൽ വെച്ച് അഭിവന്യ സഹായ മെത്രാൻ ഡോക്ടർ ആന്റണി വാലിങ്കൽ പിതാവ് ആസ്വദിച്ച് അനുഗ്രഹിച്ച് കൈമാറിയ പതാകയും ദീപശിഖയും 180-ൽ പരം ഇരുചിത്രവാഹനങ്ങളുടെ അകമ്പടിയോടെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി രാവിലെ 7:45 ഇടവക ദേവാലയത്തിൽ വന്നു ചേരുകയും ബഹുമാനപ്പെട്ട വികാരി റവറൻഡ് ഫാദർ ജോബി അശീതുപറമ്പിൽ അച്ഛന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് പതാക ഉയർത്തുകയും പ്രത്യേകം തയ്യാറാക്കിയ കെടാവിളക്കിലേക്ക് ദീപം തെളിയിക്കുകയും ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആദ്യ 6 മാസക്കാല പരിപാടികൾ.
2024 ഒക്ടോബർ മാസം യുവജന ശുശ്രൂഷ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിലും തുടർന്ന് നവംബർ, ഡിസംബർ, 2025 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ യഥാക്രമം അച്ചപാലന, അൽമായ, വിദ്യാഭ്യാസ, കുടുംബപ്രേക്ഷിത, സാമൂഹിക എന്നീ ശുശ്രൂഷ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. എപ്പിക് കുടുംബ യൂണിറ്റ് യുവജന ശുശ്രൂഷ കോർഡിനേറ്റർമാർ, CLC, KCIM, ജീസസ് യൂത്ത് അംഗങ്ങൾ ചേർന്ന് ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ് മിനിസ്ട്രിയുമായി സഹകരിച്ച് എപ്പിക് അഥവാ എവരിത്തിങ് പോസിബിൾ ഇൻ ക്രൈസ്റ്റ് എന്ന് പേരിട്ട ആത്മീയ സംഗീത ബാൻഡ് പ്രോഗ്രാം സെന്റ് റാഫേൽ പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. യുവജനങ്ങൾക്ക് ആത്മീയമായ ഉണർവേകുവാൻ പര്യാപ്തമായ ഒരു പരിപാടിയായി വിലയിരുത്തപ്പെട്ടു. വിശുദ്ധ റാഫേൽ മാലാഖയുടെ തിരുസ്വരൂപ പ്രയാണം. വിശുദ്ധ റാഫേൽ മാലാഖയുടെ തിരുസ്വരൂപം 2025 ഓഗസ്റ്റ് 31 ഇടവകയിലെ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച ശേഷം തിരികെ ഇടവക ദേവാലയത്തിൽ സ്വീകരിക്കുന്ന രീതിയിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് 2024 നവംബർ 3 ഞായറാഴ്ച വൈകിട്ട് 6 മണിയുടെ ദിവ്യബലിക്ക് ശേഷം കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും ഇടവകയിലെ എല്ലാ സംഘടനാ ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ഇടവകയോട് ചേർന്ന് കിടക്കുന്ന കുടുംബ യൂണിറ്റ് ബ്ലോക്ക് നമ്പർ 10 ഭാരവാഹികൾക്ക് ബഹുമാനപ്പെട്ട വികാരി ജോസ് സെബാസ്റ്റ്യൻ ജോബിയ സീതപറമ്പിൽ അച്ഛൻ ഏൽപ്പിക്കുകയും ഓരോ ബ്ലോക്കിന്റെയും പരിധിയിൽ വരുന്ന മുഴുവൻ ഭവനങ്ങളും സന്ദർശിക്കുകയും ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ അഗാപ്പെ സംഘടിപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ 2025 ഓഗസ്റ്റ് 31 ഒന്നാം ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ കപ്പേലയിൽ നിന്നും വിശുദ്ധ റാഫേൽ മാലാഖയുടെ തിരുസ്വരൂപം ഏറ്റുവാങ്ങുകയും വൈകിട്ട് 6 മണിയുടെ ദിവ്യബലിക്ക് ശേഷം സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഇടവ മധ്യസ്ഥന്റെ ഭവന സന്ദർശനം വേറിട്ട ഒരു അനുഭവമായിരുന്നുവെന്നും ഒട്ടേറെ അനുഗ്രഹങ്ങൾ വിശ്വവിശുദ്ധനിലൂടെ ലഭിച്ചതായും ഇടവാംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. തിരുസ്വരൂപ പ്രയാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും നന്ദിയോടെ ഓർക്കുന്നു. അഖണ്ഡ ജപമാല. ഇടവകയുടെ 150ാമത് കൊമ്പ്രേരിയ തിരുനാളും വാർഷികാഘോഷ പരിപാടികളും വിജയിക്കുന്നതിനായി നവംബർ 9 യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഇടവകങ്ങൾ ദേവാലയം ചുറ്റി അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയുണ്ടായി. മാസാവസാന വ്യാഴാഴ്ച വൈകിട്ട് 7 പ്രസിഡന്റുമാരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയും നടത്തുകയുണ്ടായി. ചെറുകഥ മത്സരം. അജപാലന ശുശ്രൂഷ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ 2024 നവംബർ 30 ശനിയാഴ്ച വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള അടിസ്ഥാനത്തിൽ ജോസഫ് വൈക്കിലയുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ചെറുകഥ മത്സരത്തിൽ കോഴിക്കോട് സ്വദേശി ശ്രീ വിനേഷ് മണിയൂർ പുരസ്കാരത്തിന് അർഹനായി. 300-ൽ പരം ചെറുകഥകളിൽ നിന്ന് ഷവലിയ ഡോക്ടർ പിനൂസ് പെരിഞ്ചേരി അധ്യക്ഷനും ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ ജോസ് പലച്ചിപ്പുറം, ശ്രീ തൊല്ലൂർ ജോസഫ് എന്നിവർ അംഗങ്ങളുമായുള്ള ജഡ്ജിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും നല്ല ചെറുകഥ മോനിയാലല്ല തിരഞ്ഞെടുത്തത്. ആർട്സ് ആൻഡ് സ്പോർട്സ്. ബ്ലോക്ക് തലത്തിൽ നടത്തിയ വിവിധ കലാകായിക മത്സരത്തിൽ ഇടവകയിലെ 500ഓളം പ്രതിഭകൾ പങ്കെടുത്തു. കായിക ഇനത്തിൽ മാരത്തോൺ, ചെസ്, ക്യാരംസ്, ബാഡ്മിന്റൺ, ഫുട്ബോൾ, ഷൂട്ടൌട്ട് എന്നിവയും കലാ ഇനത്തിൽ ഗ്രൂപ്പ് ഡാൻസ്, മാർഗംകളി, കിച്ചൺ ഡാൻസ്, ഗ്രൂപ്പ് സോങ്, പ്രസന്റേഷൻ, ടാബ്ലോ, മൈം എന്നിവയും അരങ്ങേറി. ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ബ്ലോക്കിന് 50,000, 30,000, 20,000 രൂപ സമ്മാനത്തുകയും പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 ബുധനാഴ്ച അഭിവന്യ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് ഈ വർഷത്തെ തിരുനാളിന് തുടക്കം കുറിക്കുകയും നവീകരിച്ച ആൾക്കാരെ ആസ്വദിക്കുകയും ചെയ്തതോടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ ഒരു വർഷക്കാലം വിവിധ പ്രവർത്തനങ്ങൾ ഒപ്പം നിന്ന എല്ലാ കൺവീനർമാർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിർദ്ദേശവുമായി എപ്പോഴും കൂടെയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വിലയരക്ഷയെയും അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് ചെറുതായി നിന്ന് ഫാദർ ആൽഫിൻ കൊച്ചുവീട്ടിലിനും പ്രബിനച്ഛനും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ തിരുനാളിന് നേതൃത്വം നൽകിയ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് 150ാം വാർഷികാഘോഷ റിപ്പോർട്ട് ചെയർമാൻ മോഹൻ ഫാദർ സെബാസ്റ്റ്യൻ മൂന്നുകുട്ടികൾ മുപ്പാകയിൽ സമർപ്പിച്ചുകൊള്ളുന്നു. 150ാം വാർഷികാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി. തിരുപ്പതിയുടെ
ചാൻസലറായ പ്രിയ ബഹുമാനപ്പെട്ട എബിജൻ അറക്കലച്ചൻ, അത്ഭുത സിനിമകളുടെ സംവിധായകൻ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും അത്ഭുതങ്ങൾ കോറിയിട്ടിട്ടുള്ള വിനയൻ സർ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ വൈദികരെ, ബഹുമാനപ്പെട്ട വൈദികര സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ഇടവകയുടെ 180ാം വാർഷികാഘോഷങ്ങളുടെ സമാപ്തിയിലാണ്. ഈ സമയം എല്ലാവർക്കും ഈ ദിവസത്തിന്, പ്രത്യേകിച്ച് മാലാഖയുടെ തിരുനാളിന്റെയും ഈ വാർഷികാഘോഷങ്ങളെയും ആശംസകൾ നേരുന്നു. 180 വർഷത്തെ വിശ്വാസം രാവിലെ കുഞ്ഞുങ്ങൾക്ക് കൈമാറിക്കൊണ്ട് അഭിനന്ദ പിതാവ് നിർവഹിച്ചു. ഈ വിശ്വാസം തലമുറകൾ തോറും കൈമാറേണ്ട കടമ നമുക്കുണ്ട് എന്നതാണ് അതിലൂടെ നമുക്ക് അർത്ഥമാക്കേണ്ടത്. ഈ വിശ്വാസം കൈമുതലാക്കി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ ആശംസകൾ. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ വിനയൻ സാറിൽ കേൾക്കാനും ഇനി അതിനുശേഷം നല്ലൊരു പരിപാടി ആയിട്ടൊക്കെ നമ്മളുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ദിവസത്തിന്റെ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി അച്ഛൻ. സെന്റ് ആഫ്രിക്കൻ ഇടവക 180ാം വാർഷികാഘോഷങ്ങളുടെ ചെയർമാനും നമ്മുടെ പ്രിയങ്കരനായ ഇടവക വികാരിയുമായ പ്രിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മൂന്നുകൂട്ടുങ്കൽ അച്ഛൻ, ഇന്ന് നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന മുഖ്യാതിഥി, നമുക്കേവർക്കും സുപരിചിതനും അത്രയേറെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനുമായ ശ്രീ വിനയൻ സർ, പ്രഥമ ജോസഫ് വൈറ്റില പുരസ്കാരം ഏറ്റുവാങ്ങുന്ന യുവ സാഹിത്യകാരൻ ഉമേഷ് മണിയൂർ, വേദിയിലുള്ള ശ്രീ എൽജു, ശ്രീ യേശുദാസ്, ആഘോഷ കമ്മിറ്റികളുടെ ജനറൽ കൺവീനർ ശ്രീ നെൽസൺ പെരുനിലത്ത്, മറ്റ് കമ്മിറ്റി നേതാക്കളെ, അംഗങ്ങളെ, ഇത്രയും സ്നേഹമുള്ള കൈക്കൂടം ഇടവക അംഗങ്ങളെ, പ്രഥമത നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഇടവകയുടെ 180ാം വാർഷികാഘോഷത്തിൻ്റെതായ എല്ലാ ആശംസകളും ഒപ്പം തിരുനാളിന്റെ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. 180 വർഷത്തെ കൂട്ടുയാത്ര എന്നാണ് ഇവിടെ ഈ ബാഡ്ജിൽ പറഞ്ഞിട്ടുള്ളത്. കൂട്ടുയാത്രയുടെ 180 വർഷങ്ങൾ. 1599 വെണ്ടുരുത്തിയിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്ര, 1742 പെരുമാനൂർ ഒരിടവക രൂപീകരിക്കപ്പെട്ടപ്പോൾ പിന്നീട് നമ്മുടെ കേന്ദ്രം അവിടെയായി. പിന്നീട് 1844-45 കാലഘട്ടത്തിൽ നമുക്കിവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആ യാത്രയുടെ സ്ഥിരാകേന്ദ്രം തൈക്കൂടത്തായി. 1872 തൈക്കൂടം ഒരു സ്വതന്ത്ര ഇടവകയായി. അങ്ങനെ സ്വതന്ത്ര ഇടവകയായതിന്റെ 153ാം വാർഷികമാണ്. നമ്മുടെ ഈ കാണുന്ന പുതിയ ദേവാലയം 1975 മോൺസിഞ്ഞർ ജോസഫ് പയ്യപ്പള്ളിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തിയാക്കുമ്പോൾ തീർച്ചയായും അതിന്റെ 50ാം വാർഷികം കൂടിയാണിത്, സുവർണ ജൂബിലി. അങ്ങനെയുള്ള ഒരു കൂട്ടുയാത്രയുടെ വലിയ ആഘോഷത്തിലും സന്തോഷത്തിലുമാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ ജൂബിലി ആഘോഷത്തിന്റെ വിവിധ പരിപാടികളെ കുറിച്ച് ഇവിടെ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചു. തൈക്കൂടം ഇടവക വിവിധങ്ങളായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ഒരുപാട് ഉപവിപ്രവർത്തനങ്ങളിലൂടെയും ഒക്കെയാണ് കൂടുതലായി ജൂബിലി പ്രവർത്തനങ്ങളും അതിനു മുമ്പുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് എന്നെനിക്കറിയാം. ഇന്നും സ്നേഹഭവനത്തിന് അല്ലെങ്കിൽ ജൂബിലി ഭവനത്തിന്റെ ശിലകൾ ആശീർവദിക്കപ്പെട്ടു എന്ന് എനിക്കറിയാം രാവിലെ. അപ്പോ ഈ ആഘോഷങ്ങൾക്കിടയിലും നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള
ഇടവകയുടെ പ്രവർത്തനങ്ങൾക്കിടയിലും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായി നന്മ ചെയ്യുന്നതിനും മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നതിനും ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ചെല്ലാനമുള്ള പ്രദേശത്ത് അടക്കം നിരവധിയായിട്ടുള്ള ഉപരി പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിനും ഈ കൂട്ടുയാത്ര അങ്ങനെ വിശാലമാക്കുന്നതിനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കൂട്ടുയാത്ര ഒരു കൂട്ടായ്മയുടെ യാത്രയാണ്. ഈ യാത്ര പണ്ട് ഇസ്രായേൽ ജനം നടത്തിയ യാത്രയുടെ ഒരു ചെറു പതിപ്പ് തന്നെയാണ്. കാരണം അന്ന് വിപ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ മോശ നയിച്ചതിന് ആ അവരുടെ യാത്രയ്ക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പേര് ഗ്രീക്കിൽ പരോയിക്കിയ എന്നാണ്. ഇന്ന് നമ്മൾ ഇടവക എന്നുള്ള ഒരു ആശയം ആധുനിക സഭയുടെ ചരിത്രത്തിൽ രൂപപ്പെട്ടപ്പോൾ, പ്രത്യേകിച്ച് ത്രന്തോസ്തോനകദോസിന് ശേഷം രൂപപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദവും ഈ പരോയിക്കിയ എന്ന പദം തന്നെയാണ്. പാരിഷ്, ഇടവക. അന്ന് മോശയുടെ പിന്നാലെ ജോഷുവ അഹ്റോനും ഇവരൊക്കെ നടത്തിയ കൂട്ടുയാത്രയുടെ തുടർച്ചയാണ് 1599 വെൽട്രുത്തിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് പിന്നെ പെരുമാനൂരിലൂടെ കടന്ന് നമ്മുടെ ഈ തൈക്കൂടത്ത് എത്തി നിൽക്കുന്നത്. ഇനിയും അനേകം വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് ഈ കൂട്ടുയാത്ര തുടരേണ്ടതുണ്ട്. അതിരൂപതയുടെ ശതാബ്ദിയുടെ സമയത്ത് ഏതാണ്ട് 1986 കാലഘട്ടത്തിൽ നമ്മുടെ ഇടവകയിൽ 2340 കുടുംബങ്ങളുണ്ടായിരുന്നു. അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവക അന്ന് തൈക്കൂടായിരുന്നു. അതിരൂപതയുടെ ശതാബ്ദിയുടെ സമയത്ത് ഏതാണ്ട് 15,600 ചില്ലാനം ആളുകൾ നമ്മുടെ ഇടവകാംഗങ്ങളായിട്ട് അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1-2 ഇടവകളൊക്കെ നമ്മുടെ ഈ മാതൃടവകയിൽ നിന്ന് പിരിഞ്ഞു പോയി. അങ്ങനെ അതിരൂപതയിൽ തന്നെ ഏറ്റവും അധികം കുടുംബങ്ങളുള്ള ആളുകളുള്ള ഇടവകയായിരുന്നു തൈക്കൂടം ഇടവക. നമുക്ക് അഭിമാനിക്കാം. ഒത്തിരിയേറെ ഈ കൂട്ടുയാത്രയിൽ നമ്മളുടെ പൂർവികര് നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. നമ്മുടെ നയിച്ച ആത്മീയ നേതാക്കളെയും നമ്മുടെ പൂർവികരെയും ഒക്കെ ഓർക്കാനും ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമാണ് ഈ വാർഷികാഘോഷം. ഇവിടെ വാർഷികാഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുന്നു എന്ന് പറയുന്നെങ്കിലും തിരശ്ശീല ഉയരുകയാണ് മറ്റൊരു യാത്രയ്ക്ക്. ഈ കൂട്ടുയാത്ര തുടരുന്നു. അതിങ്ങനെ 200 അതും കടന്ന് അപ്പുറം പോകും. അപ്പോഴും ഈ കൂട്ടുയാത്ര അതിന്റെ ശ്രേഷ്ഠമായ രീതിയിൽ റാഫേൽ മലാക്കയുടെ ചിറകിലേറുന്ന നടത്താൻ എന്നും നിങ്ങൾക്ക് സാധിക്കട്ടെ. ആത്മീയ നേതാക്കളായി നമുക്ക് സെബാസ്റ്റ്യൻ കുന്നോട്ടുകളച്ഛനെ പോലെ ഊർജ്ജസ്വലരായ വികാരിയച്ഛന്മാര് ഇങ്ങനെ നമ്മളെ നയിക്കും. മോശയ്ക്ക് അന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ നിങ്ങളും ഈ കൂട്ടുയാത്രയിൽ പങ്കാളികളാകും. അന്ന് ഏറ്റവും അമൂല്യമായ രീതിയിൽ നമ്മുടെ കൂട്ടായ്മയും സ്നേഹവും ഇടവകയുടെ ഈ ഒത്തൊരുമയും അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്ത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യം നൽകുന്ന ഇടവകയായി എന്നും മുന്നോട്ട് പോകാൻ തൈക്കൂടം സെന്റ് റാഫേൽ ഇടവകയ്ക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ നമ്മുടെ ഈ 150-ാം വാർഷിക സമാപനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റാഫേൽ മലാഖയുടെ പേരിലുള്ള ഈ ദേവാലയത്തിൽ വന്ന് നിങ്ങളോട് 2 വാക്കുകൾ പറയാൻ സാധിച്ചതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഈ യോഗത്തിന്റെ ബഹുമാനായ അധ്യക്ഷൻ സെബാസ്റ്റ്യൻ അച്ഛൻ,
ഫിലിപ്പിച്ചനച്ഛൻ, ഈ വേദിയിലിരിക്കുന്ന മറ്റ് സഹോദരി, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതുപോലെയുള്ള ഒരു ദേവാലയത്തിന്റെ ചരിത്ര നിമിഷമാണത്. 180 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഒരു ദേവാലയമാണത്. അത് ഇന്നും ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈശ്വര പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകാനോ നമുക്ക് സ്വർഗത്തിൽ പോകാനോ ആയിട്ടുള്ള പ്രാർത്ഥനകൾക്കൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ സഹജീവികൾ, നമ്മുടെ കൂട്ടത്തിൽ വേദന അനുഭവിക്കുന്നവരെ ഏത് ജാതി മതസ്ഥരാണേലും ആ ജാതി മതഭേദമിനെ സഹായിക്കുന്നു. അത് വെള്ളപ്പൊക്കം വരുമ്പോഴാണെങ്കിലും കടൽക്ഷോഭം വരുമ്പോഴാണെങ്കിലും ഒക്കെ സഹായിക്കുന്നു. അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ തൽപരരാകുന്നു എന്നുള്ളതാണ് ഇതുപോലെയുള്ള ദേവാലയങ്ങൾ സ്ഥാപിച്ചവരുടെ ആഗ്രഹം അന്വർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കൂട്ടായ്മകൾ ജനനന്മയ്ക്കായി മാറുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും അവർക്കൊരു സ്വാതന്ത്ര്യമേകാനും സാധിക്കുന്നെങ്കിൽ അതിൽ കവിഞ്ഞ മറ്റൊരു കാര്യവുമില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ കൊണ്ടൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ ചെയ്യാവുന്നത് നമ്മൾ ചെയ്യണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇന്നത്തെ ചെറിയ തലമുറയ്ക്ക് കൂടുതലും എൻ്റെ ചിത്രങ്ങൾ ചിലപ്പോൾ TV-യിലായിരിക്കും കണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോ പഴയ തലമുറ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിലുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ സിനിമകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ ഭിന്നശേഷി കൊണ്ട് എന്താ പറയുക, ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കാനേ ഒരു സിനിമാക്കാരന് കൂടുതലായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതുള്ള സഹായങ്ങളൊക്കെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, അല്ലേ? ഞാൻ എൻ്റെ സിനിമ ജീവിതത്തിൽ അതുപോലെയുള്ള കഥാപാത്രങ്ങളെ ചേർത്ത് പിടിച്ച ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, തെരുവിൽ പാടി ജീവിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അന്ധഗായകന്റെ കഥ നിങ്ങൾ പലരും കണ്ടു കാണും. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഇല്ലേ? കലാഭവൻ മണിയെ ഒരു നായകനാക്കിയ ആദ്യ ചിത്രമായിരുന്നതാണ്. കലാഭവൻ മണി ഒരു കോമഡിയനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അസാധ്യ സിദ്ധിയുള്ള നടനുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണെന്ന് എനിക്ക് മമ്മൂട്ടിയുടെ അല്ലാതെ പോലുള്ളവരുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മണിയെ നായകനാക്കിയ സിനിമ ചെയ്തത്. ഞാൻ അപ്പോ അതിനകത്ത് സുന്ദരനല്ലാത്ത, ഗ്ലാമർ ചോക്ലേറ്റ് കുട്ടപ്പൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയില്ലാത്ത, ജീവിതത്തിൽ വേദന മാത്രം അനുഭവിക്കുന്ന ആ സിനിമയുടെ ചെലവെന്ന് പറഞ്ഞാൽ, ആ സിനിമയുടെ ഡ്രസ്സിന്റെ ചെലവ്, എല്ലാവരുടെയും കൂടെ ഡ്രസ്സിന്റെ ചെലവ് 2500-3000 രൂപയായിരുന്നു. കാരണം മണിക്കായുള്ള 2 ഉടുപ്പാണ്. ആ ഉടുപ്പ് എങ്ങനെ അറിയാലോ, അത്ര തെരുവിൽ ജീവിക്കുന്ന, വസ്ത്രം ഇരന്നു വാങ്ങി ജീവിക്കുന്ന മനുഷ്യരുടെ കഥ അതായിരുന്നു. രണ്ടാമത് ഞാൻ അത് കഴിഞ്ഞെടുത്ത ചിത്രം നിങ്ങൾക്കറിയാം, മാനസികമായിട്ട് ശേഷിയില്ലാത്ത, ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ കഥയായിരുന്നു. കുട്ടനാട്ടിൽ, എൻ്റെ നാട് കുട്ടനാടാണ്, കുട്ടനാട്ടിൽ ഞാൻ കണ്ടു വളർന്ന ഒരു ചെറുമന്റെ കഥയാണ്. മനസ്സിന് ബുദ്ധി വളർച്ചയിലേക്കും മനസ്സ് മുഴുവൻ സ്നേഹം കൊണ്ട് നിറച്ച കരുമാടിക്കുട്ടന്റെ കഥ നിങ്ങൾക്കറിയാം. അത് വലിയ ഹിറ്റായിട്ടുള്ള ഓടിയ ചിത്രമായിരുന്നു കരുമാടിക്കുട്ടൻ, അല്ലേ? തമ്പുരാട്ടിക്കുട്ടിയുടെ ജീവിതത്തിലെ അവർക്ക് ജീവിതത്തിൽ സഹായമായിട്ട് നിൽക്കുന്ന വലിയ കൊടീശ്വരനായ ചെറുപ്പക്കാരൻ, തന്നെ വഞ്ചിച്ച, തന്നെ നശിപ്പിച്ച ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എന്റെ പുരുഷൻ ഇവനാണ്, ഈ കരുമാടിക്കുട്ടനാണെന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിന്റെ നമ്മുടെ ഒരു അവസ്ഥാന്തര വിശേഷത. പിന്നെയും ഞാൻ ഭിന്നശേഷിക്കാരെ തേടിപ്പോയി. നിങ്ങൾക്കറിയാം, ജയസൂര്യ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന നായകനാകുന്ന ചിത്രമായിരുന്നു ഊമകളുടെ ലവ് സ്റ്റോറി. ഊമപ്പെണ്ണിനൊരു യാടാപ്പയ്യൻ, കാവ്യ മാധവനും ജയസൂര്യയുമായിരുന്നു. ഊമകൾ, വർത്തമാനം പറയാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത ഊമകൾ എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ പറ്റും, അവരുടെ സ്വപ്നങ്ങൾ എങ്ങനെ അവർക്ക് നെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും,
ചേർത്ത് പിടിക്കാനുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് എനിക്ക് ദൈവം തന്നു പോലെ തോന്നി. അത് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് അഭിനയിച്ച മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. അതിനകത്ത് അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരു വേഷമായിരുന്നു അമ്പിളി ദേവി എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി ചെയ്യും. അവള് ആരയ്ക്ക് വളർന്നു കിടക്കുന്ന തിളർന്ന് എഴഞ്ഞു നടക്കുന്ന ആ കുട്ടി ഒരു കുടുംബത്തിന്റെ നാഥയായി മാറുന്ന ഒരവസ്ഥ. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ഇങ്ങനെയുള്ള സിനിമകൾ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരിക്കൽ എന്നെ കാണാനായിട്ട് വീട്ടിലൊരു കാറ് വന്ന് നിൽക്കുന്നു. വണ്ടി വന്ന് നിന്നിട്ട് കുറച്ച് നേരമായിട്ട് ആരെയും കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് അതിന്റെ ഡോറിന്റെ താഴെ കൂടി ഒരു 2 കൊച്ചു കാല് കാണുന്നത്. ആള് പിന്നെ വരുന്നത് നമ്മുടെ പക്രു, അറിയാലോ, 2 അടി പൊക്കമുള്ള പക്രു എന്നെ കാണാൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഞാൻ വന്നത് സാർ എല്ലാവരും വെച്ചും പടം എടുത്തു, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പലരെ വെച്ചും പടം എടുത്തു, ഞങ്ങളെ കൂടെ കൊള്ളാം, ഞങ്ങൾക്ക് നേരെ നോക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരു പടം എടുക്കാൻ പറ്റുമോ? ഞാൻ മേലോട്ട് നോക്കി ഇവരെയും നമ്മളോട് സംസാരിക്കണേ ഇങ്ങനെ കുത്തപ്പിനാറ് നോക്കുന്നവർക്ക് നോക്കണമല്ലോ. സംസാരിച്ച് ഞങ്ങളുടെ പെടലി ഒടിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പക്രു അങ്ങനെ ഒരു പടം എന്റെ മനസ്സിലില്ല, അതിന് നിങ്ങൾ കുറച്ചധികം പേര് വേണ്ടേ എന്ന് ചോദിച്ചു. പക്രു പറഞ്ഞു, എൻ്റെ ഒരു 10-20 പേരെ എനിക്കറിയാം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടായില്ല, നമുക്ക് നിങ്ങൾ നേരെ നോക്കി സംസാരിക്കുന്ന ഒരു നാടുണ്ടാക്കണം. സത്യത്തിൽ അങ്ങനെ പക്രുവിന്റെ അതിനകത്തങ്ങനെ ഞാൻ പറഞ്ഞത് സത്യത്തിൽ ഞാൻ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്രു ഇറങ്ങിപ്പോകാൻ നേരത്ത് പറഞ്ഞു, സാറ് ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് മാറി ചിന്തിച്ചാൽ വിനയന്റെ പൊക്കം എനിക്കും എന്റെ പൊക്കം വിനയൻ സാറിനുമായിരിക്കും ഇല്ലേ? അവൻ ഭയങ്കര ബുദ്ധിമാനാ, എണ്ണക്കാരനൊക്കെയാണ്, മനസ്സിലായോ? അപ്പൊ അതിനകത്ത് എല്ലാം ഉണ്ട്, അതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ സത്യത്തിൽ പക്രുവിന്റെ ആ വാക്കിന്റെ പുറത്താണ് പത്രത്തിലൊരു അഡ്വർടൈസ്മെന്റ് ചുമ്മാതെ കൊടുത്തത്. സിനിമയിൽ അഭിനയിക്കാൻ 2 അടി പൊക്കം ഉള്ള 2.5 അടി പൊക്കത്തിൽ താഴെയുള്ളവരെ ക്ഷണിക്കുന്നു പറഞ്ഞു. പാലാരിവട്ടത്തെ ഞാൻ താമസിക്കുന്നത്. കുറച്ച് നാള് വീട്ടിൽ ജാഥയായിരുന്നു. 500-600 പേരാണ് ഇന്നും രാവിലെ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടന്നു വരികയാണ്. അവരിൽ നിന്നാണ് നമ്മൾ 300 പേരെ എടുത്ത് അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന ഒരു ചിത്രം എടുത്തത്. ഇവിടെ പല കുട്ടികളും കണ്ടു കാണും അല്ലേ? അത്ഭുത ഇപ്പോഴും TV-യിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ചിത്രം അന്ന് വലിയ ടോക്കായിരുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഹോളിവുഡിൽ പോലും വന്നിട്ടില്ല എന്നുള്ളത് വലിയ ടോക്കൊക്കെ ഉണ്ടായിരുന്നു. ആ കഥ അങ്ങനെ ഉണ്ടായതാണല്ല, മറ്റൊന്നും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സിനിമയൊന്നും അല്ല. ആ വന്നവരുടെ കൂട്ടത്തിൽ കല്യാണം കഴിച്ച കുഞ്ഞന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വരുമ്പം നല്ല സുന്ദരിമാരായ ഭാര്യമാരൊക്കെ പൊക്കമുള്ളവരൊക്കെ അവരെ ആണ് ഭാര്യമാര്. അവരെടുത്ത് ഏടിനൊക്കെ ഇരുത്തിക്കൊണ്ടാ വരുന്നത്. അറിയാലോ, ഇപ്പൊ പക്രുവിന്റെ വയസ്സിന് നല്ല ഹൈറ്റ് ഉണ്ട്. ആ സിനിമയാണ് പക്രുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. ആ സിനിമ കാരണം ആ സിനിമ കഴിഞ്ഞപ്പോ മലിയ കപൂർ എന്ന് പറയുന്ന അതിസുന്ദരിയായ പെണ്ണിന്റെ ഭർത്താവായിട്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോ പക്രുവിനൊരു മോഹം, എനിക്ക് എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ എന്നോട് ചോദിച്ചു. നമ്മൾ തീർച്ചയായിട്ടും മനസ്സാണ് വലുത്. മനസ്സിന്റെ ആത്മധൈര്യവും അവനവന്റെ മനസ്സിന്റെ ഫയറും അതാണ് വലുത്. നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പക്രു കല്യാണം കഴിച്ചു. ഇപ്പൊ 2 കുട്ടികളായി. പക്രു നമ്മളെക്കാട്ടിലും ഒക്കെ വലിയ കുടുംബസ്ഥനായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്തരം ഈശ്വരനൊന്ന് ജനിച്ചാൽ ഈ പറയുന്ന ഇത്തരം ഭിന്നശേഷികളോ ജീവിത വൈകല്യങ്ങളോ ആർക്കും എപ്പോഴും എത്താം. അത്തരം ആൾക്കാരെ ചേർത്ത് പിടിക്കാനും അത്തരം നിസ്സഹായരെ സഹായിക്കാനും ഒക്കെ ആവുന്ന ഒരു വലിയ സംഭവമായിട്ട് ഈ പ്രസ്ഥാനങ്ങൾ മാറട്ടെ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ സഭയും ക്രിസ്ത്യൻ മിഷണറിമാരും അച്ഛന്മാരും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ. ഞാൻ നിങ്ങൾക്കറിയാം, എന്റെ അവസാനമായിട്ട് ഇറങ്ങിയ പടം 19-ാം നൂറ്റാണ്ടാണ്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ സിനിമ എടുത്തിട്ടില്ല, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 1845 എബിജിനസ് ഇപ്പൊ പറഞ്ഞു, 1845 ഈ ദേവാലയം ഉണ്ടായത്. 1845 കഥയാണ് 19-ാം നൂറ്റാണ്ട്. അതൊരു ആ കാലഘട്ടത്തെ പറ്റി വളരെ ശൈലിയായ, വളരെ എന്താ പറയാ, ഡാർക്കായ ഒരു കാലഘട്ടത്തിന്റെ സിനിമ ചരിത്ര സിനിമയും എടുത്തിട്ടില്ല. ചരിത്ര സിനിമകൾ എടുത്തിപ്പോ പഴശ്ശിരാജയോ വേലുത്തമ്പി ദളവയോ പോലുള്ള വലിയ നായകന്മാരുടെ പടം എടുക്കുമ്പോൾ മാറുമറയ്ക്കാൻ പറ്റാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിയ 10-18 വയസ്സായ സുന്ദരികളായ പെൺപിള്ളേർക്ക് തന്റെ മറച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്നൊരു നിയമമുണ്ടായിരുന്ന ഒരു ധാരാള കാലഘട്ടത്തിന്റെ കഥ എടുക്കാനായിട്ട് ആരും, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരം ഒരു സിനിമയാണ് ഞാൻ 19-ാം നൂറ്റാണ്ടിലൂടെ അവതരിപ്പിച്ചത്. 19-ാം നൂറ്റാണ്ടില് 1945-കളിലും 25 തൊട്ട് 74 വരെ ജീവിച്ച ആറാട്ടുപുഴ വേലായുധൻ എന്ന് പറയുന്ന ഒരു വലിയ
നവോത്ഥാന നായകന്റെ കഥയായിരുന്നു അത്. അക്കാലത്തൊരു പള്ളി സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല, ഇന്നത്തെ കണക്കല്ല. ഇന്ന് നമ്മുടെ അച്ഛന്മാർക്കും നമ്മുടെ ബിഷപ്പന്മാർക്കും ഒക്കെ വലിയ സുഖമാണ്. കാരണം ഒത്തിരി സപ്പോർട്ടുണ്ട്, സാമ്പത്തികമുണ്ട്, അവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്, ഏത് രാഷ്ട്രീയക്കാരും അവരെ ബഹുമാനിക്കുന്നുണ്ട്. അന്നൊന്നുമില്ല. അന്നിവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് അവരാണ് യഥാർത്ഥ നവോത്ഥാന നായകന്മാരിൽ ഒരു വിഭാഗം എന്ന് പറയുന്ന അവരാണ്. ഈ മാറുമറയ്ക്കാൻ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇന്ന് ഇവിടെ ഇരിക്കുന്ന 10, 20, 25 വയസ്സുള്ള പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിക്ക്, ആ മുത്തശ്ശിക്ക് അന്നവര് ഏത് ജാതിയാകുമെന്ന് നമുക്കറിയില്ല. ആ മുത്തശ്ശി, കാരണം അന്ന് ക്രിസ്ത്യൻ വിഭാഗം വളരെ കുറവായിരുന്നു, വിഭാഗം അല്ലെ, വളരെ കുറവായിരുന്നു. ആ അന്ന് ഉള്ള ഈഴവർദ്ദത്ത് താഴോട്ടുള്ളവർക്ക് നമ്മുടെ മുത്തശ്ശിക്ക് മാറുമറയ്ക്കാൻ പറ്റില്ലായിരുന്നു. അവർ മാറുമറയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. നടന്നാൽ ശിക്ഷയായിരുന്നു. മുലക്കരം ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് മീശക്കരം ഉണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ വിചാരിക്കും ഫാന്റസി കഥയാണെന്നില്ല, അത്ഭുത കണക്ക് ഭർത്താക്കന്മാരെ ഏണിലെടുക്കുന്ന ഒരു രാജ്യം കണക്കല്ല. നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിലുണ്ടായിരുന്നതാണ്. ഈ നാട്ടിൽ അങ്ങനെ ഒരു ഭയങ്കര ഡാക്കി ഷെയ്ഡിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിസുന്ദരിയായ ഈ പറയുന്ന അടിയാറ്റി പെണ്ണിനെ തമ്പുരാൻ മോഹിച്ചു പോയാൽ അവൾ കീഴ്പ്പെട്ടേ പറ്റത്തുള്ളൂ. കീഴ്പ്പെട്ടില്ലെങ്കിൽ അവളെ കൊന്ന് കെട്ടിത്തൂക്കാം, നിയമമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ഈ മിഷണറിമാര് ദേവാലയം സ്ഥാപിച്ചെങ്കിൽ എടുത്ത റിസ്ക് എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ 19-ാം നൂറ്റാണ്ടിന് വേണ്ടി ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളപ്പോ ഞെട്ടിപ്പോയിട്ടുണ്ട്. അന്ന് ക്രിസ്ത്യാനികൾക്ക് മാറുമറയ്ക്കാമായിരുന്നു. അങ്ങനെ രാജാവ് അനുവാദം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തന്റെ നഗ്നത മറച്ച് മാന്യതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പല കുടുംബത്തിൽ നിന്നും ക്രിസ്ത്യാനികളായി ജീവിച്ചാൽ ഞങ്ങൾക്ക് മാറുമറയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് ക്രിസ്ത്യാനികളായവരുണ്ട്. അത്ര ദുരന്തപൂരിതമായൊരു കാലഘട്ടത്തിൽ അവരെ സഹായിക്കാനായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഈ പറയുന്ന ദേവാലയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കോൺസെപ്റ്റാണ്. കാരണം ഞാൻ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വേറെ സിനിമകൾ ചെയ്തിട്ടില്ല. പുതിയ സിനിമ ഇപ്പൊ അടുത്ത 2-3 മാസമേ ഞാൻ തുടങ്ങത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അന്നത്തെ നവോത്ഥാന നായകരെന്ന് വിളിക്കുന്ന അന്നത്തെ പാതിരിമാരോ അന്നത്തെ വികാരിയച്ഛന്മാരോ ഒക്കെ അവരായിരുന്നു നവോത്ഥാന നായകർ. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ഒരു രാഷ്ട്രീയ സപ്പോർട്ടും കിട്ടില്ല എന്നറിയാമായിരുന്നു. BJP-യോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ കേരള കോൺഗ്രസോ ഒന്നുമില്ല. ഒരു പാർട്ടിക്കാർക്കും ആ നവോത്ഥാന കാലഘട്ടത്തിന്റെ പുതുത്വം പേറാനും പറ്റില്ല. ഞങ്ങളാണ് നവോത്ഥാനം കൊണ്ടെന്ന് പറയാനും പറ്റില്ല. അതൊക്കെ വീണ്ടും 10-75 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം പാർട്ടികളൊക്കെ ഉണ്ടായത്. അന്ന് ജീവിതത്തിൽ ഒരു സ്ഥാനവും കിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും നേടാനില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി പലരുടെയും തലയേറ്റു പോയിട്ടുണ്ട്. ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിച്ച ആ മിഷണറിമാരെയാണ് നമ്മൾ ദൈവതുല്യരായി കാണേണ്ടത്. അവരുമൊക്കെ വിശുദ്ധരാണെന്നാണ് എന്റെ അഭിപ്രായം. അവരെ നമ്മൾ സ്മരിക്കണം. അതാണ് ഇത്തരം ദേവാലയങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന്റെ ഒരു വലിയ അടിത്തറയായിട്ട് ഞാൻ കാണുന്നത്. എനിക്കെപ്പോഴും എന്റെ ചില ചിന്തകളൊക്കെ വിഭിന്നമാണ്. സിനിമയിൽ പോലും ഞാൻ നിങ്ങൾക്കറിയാൻ പോകുന്നത് എന്താ പറയാ, നല്ല റോഡ്, കോൺക്രീറ്റ് റോഡുള്ളപ്പോൾ അപ്പുറത്തൂടി കല്ലും മുള്ളും ഉള്ള റോഡിൽ കൂടിയായിരിക്കും എന്റെ വണ്ടി ഓടുന്നത്. അങ്ങനെയായിരുന്നു എന്റെ ചിന്തകൾ പലപ്പോഴും. അതെ, ഞാൻ ഇന്നലെ നമ്മുടെ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ഏറ്റവും വലിയ ന്യൂസ് നമ്മൾ കാണുന്നത് എന്തായിരുന്നു? ലോട്ടറി അടിച്ച് 25 കോടി കിട്ടുന്ന ആളെ തപ്പി നടക്കുക, ആ ആളുടെ അഡ്രസ് ആളിനെ അറിയാവുന്നവരെ തപ്പുക. ആലോചിച്ച് നോക്കി. അപ്പോ ഈ പറയുന്ന ഒരു ചാനലുകാരും ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അരി മേടിക്കേണ്ട കാശ് എടുത്ത് 2-3 ടിക്കറ്റ് എടുത്ത് വീട്ടിൽ പട്ടിണിയായി അത് നോക്കിയിട്ട് കണ്ണ് നിറഞ്ഞിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ ലോട്ടറി എന്ന് പറയുന്നത് ഞാനതിനെതിരാണ്. കാരണം അതൊരു ചൂതുകളിയാണ്. 99.9% നമുക്ക് പ്രൈസ് കിട്ടത്തില്ല. 75 ലക്ഷം പേര് ടിക്കറ്റ് എടുത്താലാണ് നമുക്ക് ഒരാൾക്ക് 25 കോടി, പിന്നെ 10-50 പേർക്ക് വേറെ സമ്മാനം. 75 ലക്ഷം പേർക്ക്. അപ്പൊ നമുക്ക് വിജയത്തിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 99.9% ഇല്ല. ആ
സ്ഥലത്താണ് നമ്മുടെ പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരൊക്കെ പോയി 500 രൂപയുടെ കാശും കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം അരി മേടിക്കുന്നില്ലെങ്കിൽ ഒരു സാരമില്ല, നമുക്ക് അടിക്കും ലോട്ടറി. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു വലിയ അഭിലാഷമാണ്. ഇങ്ങനെ ചിന്തകൾ, സ്വപ്നങ്ങൾ, നമ്മൾ നാളെ അയാളായാലോ, എടാ പറയാ 75 ലക്ഷം പേരിൽ ഒരാൾക്ക് ഇത് കിട്ടത്തുള്ളൂ, നിനക്കിത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. സർക്കാരിന് ചിലപ്പോൾ ഓരോ മാസവും 100 കോടി രൂപ കിട്ടുമായിരിക്കും. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമ്മൾ കാശ് വെച്ച് ചൂതുകൾ നിരോധിച്ചെങ്കിൽ, ചീട്ടുകൾ നിരോധിച്ചെങ്കിൽ ഒത്തിരി കുടുംബങ്ങൾ, ഞാൻ തുറന്നു പറയാം, എനിക്കറിയാവുന്നവരുണ്ട്, ഒത്തിരി കുടുംബങ്ങളിൽ ഈ ലോട്ടറി എന്ന ഭ്രാന്ത് മൂത്ത് മാസങ്ങളോളം ഇത് എടുത്ത് വീട്ടിൽ അരി മേടിക്കാൻ പോലും കാശ് കൊടുക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ തേടിപ്പോകുന്നത് 75 ലക്ഷത്തിൽ 1ാം സമ്മാനം അടിച്ചവന്റെ വീട് തേടിയാണ് ഈ പറയുന്ന ചാനലുകാർ പോകുന്നത്. അതേസമയം ഈ ലോട്ടറി എല്ലാം തുറക്കിയിട്ട് നോക്കി അതിനകത്ത് 5000 രൂപയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്ന വള്ളവൂന്നുകാരൻ അല്ലെങ്കിൽ കടലില് ജോലിക്ക് പോകുന്നവൻ, ഇതിന്റെയൊക്കെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അപ്പൊ ഈ ജീവിതത്തിൽ നമ്മൾ പറയുന്നതിന് 2 തലങ്ങളുണ്ട്. നമ്മൾ കാണുന്ന വർണ്ണാഭമാർന്ന ഒരു തലത്തിനപ്പുറം 100 പേരപ്പുറത്ത് കരയുന്നുണ്ട്. ഞാൻ കൂടുതൽ ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ മെഗാ ഷോയൊക്കെ കാണാനായിട്ട് വന്ന് ഇരിക്കുന്ന ആൾക്കാരാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ജീവിതത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നിങ്ങൾക്കറിയാം, എന്റെ സിനിമയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങള്, സിനിമാക്കാര് സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞ് അവർ വിലക്കുന്നത്, ആ വിലക്കിനെയൊക്കെ ഞാൻ നേരിടുന്നത്. ഇത്തരം നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് സത്യമെന്ന് പറയുന്നതിന് വേണ്ടിയോ പറയാൻ ആരുടെ മുന്നിലും തലകുനിക്കാതെ ധൈര്യത്തോട് നിന്ന് പറയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു വാക്കുകൂടി എനിക്ക് പറയാനുണ്ട് വിമീഷിനെ പറ്റി. വിമീഷിന്റെ പുസ്തകമാണ് ഇന്ന് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജോസഫ് വൈറ്റില അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹം സിനിമയിലെ മുദ്ര എന്ന് പറയുന്ന പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം ഒരു തിരക്കഥാകൃത്തായിരുന്നു. അദ്ദേഹം ഒരു നടനാണ്. നാടകത്തിൽ ഞാനും നാടകരംഗത്തു നിന്ന് വന്നതാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ നാടകരംഗത്തും പ്രൊഫഷണൽ നാടകത്തിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് 28-29 വയസ്സ് വരെ ഞാൻ ആ പ്രൊഫഷണൽ നാടകരംഗത്ത് അത് കഴിഞ്ഞ് ആ സിനിമയിൽ വന്നത്. അപ്പൊ ഒരു നാടകക്കാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, നിങ്ങളുടെയൊക്കെ അഭിമാനമായിരുന്ന ജോസഫ് വൈദ്യയുടെ പേരിലുള്ള പുരസ്കാരം നേടിയ വിമീഷ് മണിയെ ഞാൻ അനുമോദിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രഥമ ജോസഫ് വൈദ്യ ചരിത്ര പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി വിമീഷ് മണിയൂരിനെയും ഈ ചടങ്ങിനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജോസഫിന്റെ പ്രിയ പത്നി എലിസബത്ത് ജോസഫിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എലിസബത്ത് ജോസഫ് ഇതിന്റെ പ്രശംസാ പത്രവും ഷീൽഡും ബഹുമാനപ്പെട്ട വിനയൻ സാറിനെ ഏൽപ്പിക്കുന്നു. വിനയൻ സാറ് അത് വിനീഷിന് നൽകുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ചടങ്ങിന് നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചടങ്ങിലേക്ക് കടക്കുന്നു. കൊച്ചിയുടെ ഗതാഗത സാംസ്കാരിക തലസ്ഥാനമായ തൃപ്പൂണിത്തോട് ചേർന്ന് കിടക്കുന്ന വൈറ്റിലക്ക് സമീപം തൈക്കൂടം പ്രദേശത്ത് നാനാജാതി മതസ്ഥരായ അനേകായിരങ്ങൾക്ക് ഒരു അത്താണിയായി നിലകൊള്ളുന്ന 180 വർഷത്തെ ചരിത്രങ്ങളുള്ള കത്തോലിക്ക ദേവാലയമാണ് സെന്റ് ആൽബർട്ട്സ് ചർച്ച്. വരാൻപുഴ നിൽക്കുന്ന ദേവാലയത്തിലെ ഓക്കെ, വാശിയേറിയ മത്സര പോരാട്ടങ്ങളുടെ ഫലമാണ്. ഓൾറെഡി നിങ്ങൾക്ക് റിസൾട്ടുകളൊക്കെ അറിയാം, എനിക്കറിയാം. എങ്കിലും നമ്മൾ തുടങ്ങിയത് മുതൽ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് വരെ വളരെ വാശിയോടെ തന്നെ എല്ലാ ബ്ലോക്കുകളും മത്സരിച്ചു, മത്സരങ്ങളിൽ പങ്കെടുത്തു. 150ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കലാ കായിക മേഖലകളിലൂടെ നമ്മൾ യാത്ര ചെയ്തത്. തുടങ്ങിയപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു എത്രത്തോളം റെസ്പോൺസ് വരും എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൈക്കൂടം ഇടവകയിലെ വളരെ പ്രഗത്ഭരായ വ്യക്തികളൊക്കെയും ഈ പ്രോഗ്രാമിലൂടെ പുറത്തേക്ക് വന്നെന്നുള്ളതാണ്. സ്പോർട്സിന്റെ ഭാഗമായിട്ട് നമ്മൾ മാരത്തോണിൽ ആരംഭിച്ചു. ബാഡ്മിന്റൺ, ചെസ്, ക്യാരംസ്, കുളങ്കര, മിഠായി പെറുക്കൽ, കസേരകളി, ഫുട്ബോൾ, കട്ട്പൂസ്, വടംവലി, ഇങ്ങനെ ഒത്തിരി മത്സരങ്ങളുടെ കടന്നുപോയി. ആർട്സ് വിഭാഗത്തിൽ മാർഗംകളി, കിച്ചൺ ഡാൻസ്, മൈം, കരോക്കെ, ഗ്രൂപ്പ് സോങ്, ഫാൻസി ഡ്രസ്, ഗ്രൂപ്പ് ഡാൻസ്, ടാബ്ലോ എന്നീ മത്സരങ്ങളുടെയും കടന്നുപോയി. അങ്ങനെ ഒത്തിരി മത്സരങ്ങൾ. ഒപ്പം നമ്മള് ഈ വർഷം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം എഴുതുകയും എല്ലാ ബ്ലോക്കിൽ നിന്ന് തന്നെ ഒത്തിരിയധികം പേര് അതിൽ പങ്കെടുത്തുകൊണ്ട്
ഞാൻ കൃത്യം നമ്പർ ഓർക്കുന്നില്ല, വളരെയധികം പേര് എനിക്ക് തോന്നുന്നു വരാപ്പുഴ അതിരൂപതയില് 2-3 സ്ഥാനമെങ്കിലും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയധികം പേര് 30,000 രൂപ 20,000 രൂപ സമ്മാനങ്ങളാണ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നത്. 20,000 രൂപ സമ്മാനം ലഭിച്ചുകൊണ്ട് 3-ാം സ്ഥാനം ലഭിക്കുന്നു. ബ്ലോക്ക് നമ്പർ പോയിന്റ് പറയണോ അല്ലേ, 1420 പോയിന്റോടുകൂടി ഒരു മത്സരഫലം ബ്ലോക്ക് നമ്പർ 3 പേര് ഞാൻ എഴുതിയിട്ടില്ല. 2ാം സ്ഥാനം ലഭിക്കുന്നു ബ്ലോക്ക് നമ്പർ 5. 1ാം സ്ഥാനം ലഭിക്കുന്നു ബ്ലോക്ക് നമ്പർ 10. വളരെ ഗംഭീരമായിരുന്നു, ഒന്നിനൊന്ന് വ്യക്തമായിരുന്നു. വളരെ 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 എന്താ പറയുക, വരുന്ന അച്ഛൻ അൽഫോൺസ് അച്ഛനും വിമലച്ഛനാണ് വന്നത്. രണ്ടുപേരും വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. 1420 പോയിന്റോടുകൂടി ബ്ലോക്ക് നമ്പർ 3 ബ്ലോക്ക് നമ്പർ 3ലെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നതിനായിട്ട് ബ്ലോക്ക് നമ്പർ 10 3ാം സ്ഥാനം ബ്ലോക്ക് നമ്പർ 10 ഒന്നുള്ള മാർക്കുകളാണ്. ബ്ലോക്ക് നമ്പർ 10 നമ്പർ 10ലെ എല്ലാ അംഗങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ബ്ലോക്ക് നമ്പർ 6ലെ എല്ലാവരും കടന്നു വരിക. ഒത്തിരി മത്സരങ്ങൾ വാശിയോടെ വീരോടെ ബ്ലോക്കിലെ എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പങ്കെടുത്ത ബ്ലോക്ക് കൂടിയാണ് ബ്ലോക്ക് നമ്പർ 6. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇനി 1ാം സ്ഥാനം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ആദ്യം മുതൽ അവസാനം വരെ വീരോടെ വാശിയോടെ ഒട്ടും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ ബ്ലോക്ക് നമ്പർ 9 2110 പോയിന്റോടുകൂടി വളരെ വലിയൊരു വ്യത്യാസത്തിലാണ് അവർ മുന്നിൽ നിൽക്കുന്നത്. 2110 പോയിന്റോടുകൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നു ബ്ലോക്ക് നമ്പർ 9. കയ്യടി പോരാ. കുറച്ചുപേര് ഈ സൈഡിലേക്ക് വാ, കുറച്ചുപേര് ഇപ്പുറത്ത് വാ. ചെലവ് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ബ്ലോക്ക് നമ്പർ 5ലെ ബ്ലോക്ക് ലീഡറാണ് കണ്ടത്. നല്ലൊരു കൈ കൊടുക്കാം. 1310 പോയിന്റ്. അടുത്തത് 10 പോയിന്റോടുകൂടി ബ്ലോക്ക് നമ്പർ 3 പോയിന്റോടുകൂടി ബ്ലോക്ക് നമ്പർ 4 1200 പോയിന്റോടുകൂടി ബ്ലോക്ക് നമ്പർ 4 550 പോയിന്റോടുകൂടി ബ്ലോക്ക് നമ്പർ 1 970 പോയിന്റോടുകൂടി ബ്ലോക്ക് നമ്പർ 8. ഇൻസ്റ്റാഗ്രാം പേജുമായി കൊളാബ് ചെയ്യാം. 1-2 പേരെ അത് ചെയ്തിട്ടുള്ളൂ. അതിൽ ഏറ്റവും മികച്ച സമ്മാനം ലഭിക്കുന്നു. ക്യാമറ ആരെങ്കിലും ഏൽപ്പിക്കുക. 1ാം സ്ഥാനം പ്രിയപ്പെട്ട സുബൻ ചേട്ടൻ. നാടകൻ കൂടിയായ അദ്ദേഹം, അതുപോലെ ഇടവക വികാരി അച്ഛൻ, മലയാള ചലച്ചിത്ര ലോകത്തെ അധ്യയനായിട്ടുള്ള വിനയൻ സാർ, പലതരം കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇടവകാംഗങ്ങൾ, എല്ലാവർക്കും ഒരു നമസ്കാരം. ഇറുക്കി പിടിക്കുന്നു മകനെ പെറ്റമ്മമാർ, ഉറങ്ങും നേരത്തല്ലോ കൂടുതൽ ഉണരുന്നു എന്ന് മുളപ്പവണ്ണ എന്ന് പറയുന്ന കവി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാലത്ത് കൂടുതൽ കൂടുതൽ എഴുത്തുകളെ, സാഹിത്യത്തെ, പാർശ്വവൽക്കരിക്കുന്ന മനുഷ്യരെ, പുതിയ പുതിയ ആശയങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഈ വലിയ ഉദ്യമത്തിന് നന്ദി അറിയിക്കുന്നു.
അതോടൊപ്പം തന്നെ ഈ ഇടവകയിൽ ജീവിച്ചിരുന്ന ജോസഫ് വൈറ്റില എന്ന് പറയുന്ന വലിയ എഴുത്തുകാരന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട അവാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ അറിയിച്ചത് ബേബി കൊച്ചുവീട്ടിൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. അങ്ങനെ ഇതുമായി കൂട്ടുനിന്ന ഈ കൂട്ടുയാത്രയുടെ ഭാഗമായി എന്നെ കൂടി ചേർത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന നമ്മുടെ വിനയൻ സാറിന് ഒരു ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി അഭിനന്ദനത്തിനെ ക്ഷണിക്കുന്നു. പുഷ്പമായ ഈ സ്വീകരണത്തിന് ഞങ്ങളെല്ലാവരും നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനും തൈക്കുടം പള്ളി വികാരിയുമായ ഫാദർ സെബാസ്റ്റ്യൻ മൂന്നോട്ട് കല്ലച്ചങ്ങ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വരാപ്പുഴ അതിരൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട എബിജിൻ അറക്കലച്ച, മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ വിനയൻ സാർ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ വികാരിയച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഇടവകയിലെ 2 മാലാക അച്ഛന്മാരെ, സഹോദരന്മാരെ, വിശ്വാസികളുടെ സമൂഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാനും കൂദാശകൾ സ്വീകരിച്ച് ദൈവിക ജീവനിൽ വളരുവാനും ദൈവവചനം ശ്രവിക്കുവാനും പഠിക്കുവാനും ഉള്ള ഒരു സ്ഥലമാണ് ദേവാലയം. 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ തൈക്കുടം പ്രദേശത്ത് വിശ്വാസത്തിന്റെ ദീപം തെളിയിക്കുവാൻ തിരുമനസ്സായ പരമകാരുണികനായ ദൈവത്തിന് ആദ്യം നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇതിനുവേണ്ടി പരിശ്രമിച്ച പൂർവ്വ പിതാക്കന്മാരെ ഓർക്കുകയും പ്രാർത്ഥനാഞ്ജലികൾ നേരുകയും ചെയ്യുന്നു. ഇനി ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട എബിജിൻ അറക്കലച്ചന് ഏറ്റവും സ്നേഹത്തോടെ ഈ ഇടവകയുടെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾക്ക് മാർഗവും നേതൃത്വവും നൽകുന്ന നമ്മുടെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ കടന്നു വന്ന സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ വിനയൻ സാറിനും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം 150-ാം വാർഷികത്തിന്റെ കൺവീനറായ നെൽസൺ ചേട്ടനും പ്രോഗ്രാമിന്റെ പെരുന്നാൾ കമ്മിറ്റിയുടെ കൺവീനറായ ശ്രീ യേശുദാസ് ചേട്ടനും പിന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജിൻ ചേട്ടനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനും പിന്നെ ബാക്കി നമ്മുടെ ഈ ഇടവകയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. യോഗ നടപടികൾ അവസാനിച്ചു. ഇനി നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നല്ല കൈയുടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നൽകാൻ നിങ്ങളോടും പറയാനുള്ളത്, നമ്മള് തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയാണിത്. നമുക്ക് നന്നായി എൻജോയ് ചെയ്യാം. ഈ എൻജോയ് ചെയ്യല് മറ്റുള്ളവരുടെ എൻജോയ് ചെയ്യുന്ന തടസ്സപ്പെടുത്തരുത്. പരസ്പരം ഒരു ബഹുമാനത്തോടുകൂടി നമ്മൾ എൻജോയ് ചെയ്യാം. അപ്പൊ എല്ലാവരും മനസ്സിലുണ്ടാവണം. കാരണം സഹകരണത്തോടുകൂടി നടത്തുമ്പോഴാണ് നമ്മളുടെ പരിപാടികള് വിജയം കണ്ടെത്തുക. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഇതിലേക്ക് കടന്നു വരാം. അധികം പരസ്പരം മാനിച്ചുകൊണ്ട് അത് നോക്കുക. ഇപ്പൊ ഒരുപാട് ഒത്തിരി നല്ല പാട്ടൊക്കെ വരുമ്പോ പതുക്കെ തുള്ളിയൊക്കെ പോകും. അപ്പൊ അതനുസരിച്ച് സൈഡിലേക്കൊക്കെ ഒന്ന് മാറി അതിൽ എൻജോയ് ചെയ്യുക.
മറ്റുള്ളവരെ അധികം ശല്യപ്പെടുത്താതിരിക്കുക. അപ്പോൾ നമുക്ക് പരിപാടികളും അവസാനം വരെ നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അപ്പൊ എല്ലാവരുടെയും നല്ല സഹകരണം തേടുകയാണ്. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നവും നല്ലൊരു സംഗീത വിരുന്നും ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇതുപോലുള്ള വേദികളിലൂടെ കടന്നു വരുന്ന നല്ലൊരു കൈയടി കിട്ടാറുണ്ട്. ഞാൻ തൊട്ടടുത്ത് തന്നെ വരുന്നത് എന്റെ സ്ഥലം കടോത്രയാണ്. എന്റെ പേര് രാജേഷ് എന്നാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഏത് സൈഡാണ് ഏറ്റവും ആക്റ്റീവായിട്ട് സൈഡ് പോകാതെ ആരെ കാണാൻ പറ്റുള്ള ഏത് സൈഡാണ്? ഈ സൈഡാണോ അല്ലെങ്കിൽ ഈ സൈഡാണോ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സൈഡ്? ഏത് സൈഡാ? ഈ സൈഡാണോ? ഇവിടെ ചേച്ചി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏത് സൈഡാണ് ഏറ്റവും ആക്റ്റീവ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നേരെ പ്രോഗ്രാമിൽ പോവാം. ഈ സൈഡ് മാത്രം ഒന്ന് കഴിച്ച്, ഈ സൈഡ് മാത്രം. ഇനി ഈ സൈഡ് എങ്ങനെ നോക്കട്ടെ? ഈ സൈഡ് ഒന്ന് കഴിച്ച്, ഈ സൈഡിലൊന്ന് കുറച്ച് കൂവലും കൂടെ ഒന്നോ. ശരി, നോക്കട്ടെ. ഇനി നിങ്ങൾ കൈ ഇടിക്കണ്ട, ഈ സൈഡ് മാത്രം നല്ലൊരു കൂവൽ, ശക്തമായൊരു കൂവൽ വന്നേ. അടിപൊളി. ഞാൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ സൈഡ് നല്ലൊരു കൂവൽ പോകുന്നത് കുറച്ച് കൂലി നോക്കവിടെ. അടിപൊളി. ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു ചെറിയ താല്പര്യമുണ്ട്. ഞാൻ പോയിട്ട് ഒന്നുകൂടെ എല്ലാ ദിവസവും നല്ലൊരു കൈയ്യിൽ കൂലും തരുമോ? എന്റെ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ അറിയുള്ളൂ. ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റാണ്. എന്റെ ഒരു മിനിറ്റുള്ള ഒരു പ്രൊഫൈൽ ഉണ്ട്. ഞാനത് LED വാലിനെ കാണിക്കുന്നതിന് ബുദ്ധിമുട്ടിലേക്ക് ഒരു കൈ തരുമോ? ഓക്കെ ആണോ? ശരി. അപ്പൊ ഞാൻ പ്രൊഫൈൽ കാണിച്ചിട്ട് സ്റ്റേജിലോട്ട് വരുമ്പോ എല്ലാവരും നല്ലൊരു കൈ ഉണ്ടാവും. Okay, thank you so much. ഈ കൈയ്യും കൂലൊക്കെ ആദ്യമേ തന്നിരുന്നെങ്കിൽ ഇതിന്റെ എല്ലാ ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു. അപ്പൊ നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ച് പോകാൻ കാണാൻ സാധിക്കുന്ന ചെയ്യുന്ന മുറിയുമായിട്ട് കുറെ കലാകാരന്മാരെ നമ്മളെല്ലാവരും എന്റർടൈൻ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു കൈയ്യും കൂടി ഞാൻ ചോദിച്ചു വയ്ക്കാം. നല്ലൊരു കൈയ്യും എല്ലാവരും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കൊടുക്കുക. അപ്പോൾ നേരെ പ്രോഗ്രാം ആരംഭിക്കുന്നത് നല്ലൊരു ഡിവോഷണൽ സോങ്ങോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ റിതമിക് നൈറ്റ് ഈ ഒരു രീതിയിൽ ആരംഭിക്കുന്നത്. ആദ്യ ഗാനം ആരംഭിക്കാൻ വേണ്ടി വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രീതികരനായിട്ടുള്ള ഒരു കലാകാരനാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കണ്ട മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ജോസ്കോ ഇന്ത്യൻ ബോയ്സ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരുപാട് പാട്ടുകൾ പാടി. പിന്നീട് അദ്ദേഹം നമുക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറിയത് നമ്മുടെ അച്ഛനാണ്, പ്രിയ അച്ഛനാണ്. സോ ഞാൻ ഏറെ സ്നേഹത്തോടെ കാണുന്ന, ഏറെ ബഹുമാനിക്കുന്ന നമ്മുടെ സ്വന്തം ബിബിൻ അച്ഛനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ ഒരു കൈകൊണ്ട് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. എന്തായാലും ഭയങ്കര സന്തോഷമാണ് വിളിച്ചിന്റെ ഒപ്പം സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, അച്ഛന് നല്ല തിരക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അച്ഛൻ ഇന്ന് വെളുപ്പിന് അല്ലേ UK പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ
കാര്യങ്ങളൊന്നും എടുത്തു വെച്ച് ഞങ്ങൾ പേഴ്സണലി സംസാരിച്ച കാര്യങ്ങളാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വരും, 7 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറേ നേരമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പുറകിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് താങ്ക് യു വെച്ചാൽ നമ്മളൊപ്പം ചേരുന്നതിൽ കൂടുതൽ വിശേഷങ്ങൾ പറയാം. അതായത് ഓഡിയൻസിനോട് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പോകും. ഓക്കെ, ഹലോ തൈക്കൂടം. രാജേഷ്, ഇത് ഫ്യൂച്ചറിലെ ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാൻ പോകുന്ന ഒരു പ്ലേസാണ്. ഇവിടെ അജ്മീർ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. എനിക്കെന്തെങ്കിലും വിഷമൊക്കെ വരുമ്പോൾ വന്നിരിക്കുന്ന ഒരു ടൂമ്പാണത്. അപ്പോൾ ഫ്യൂച്ചറിലൊരു വലിയൊരു സെയിൻറ്റ് വരാൻ പോകുന്ന ഒരു ഇടവകയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. എനിക്ക് ഒത്തിരി സന്തോഷം. എന്നെ സെബാസ്റ്റ്യനും ആൽഫിയച്ചനും കവിനച്ചനും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിന്. നല്ലൊരു ഈവനിങ്. Wish you an amazing evening with lots of music, lots of fun, lots of love. Thank you. സ്വപ്നതുല്യമായിട്ടുള്ള ഒരു തുടക്കം തന്നതിന് അച്ഛനൊരു സ്പെഷ്യൽ ഗൈഡ് ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും തന്നെയാണ്. താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അച്ഛൻ UK പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അവിടെ ഒരു കുറച്ച് ഒരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു പള്ളി പണിയുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ ഒരാഗ്രഹം കൂടി ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് അച്ഛൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിനിമ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൈ ചെയ്യുന്ന അച്ഛനോട് ഞാൻ പാട്ട് പാടാൻ പറയാം. എല്ലാവരും പറഞ്ഞു. സെബാസ്റ്റ്യൻ ഗ്യാരിസിന് പറഞ്ഞിരുന്നത് 50 പാടണമെന്നാണ്. ഞാൻ എന്തായാലും പാടില്ല. അതൊരു നാഷണൽ ആന്തം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് റഹ്മാനാണ്. അപ്പോൾ റഹ്മാൻ സാറിൻ്റെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഒരു പല്ലവി അനുപല്ലവി മാത്രമാണ്. ഓക്കെ, ഒരു മെലഡിയാണ്. ഇതിന് നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാം അല്ലേ? നിങ്ങളുടെ ഇടയിൽ ദമ്പതികളൊക്കെ ഉണ്ടെങ്കിലും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ പ്രണയവും പുതിയ പ്രണയവും ഒക്കെ ഓർക്കാം. ഓക്കെ, ദമ്പതികൾ പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ മാത്രം കൈയടിച്ചു. എല്ലാവരും ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടാണ് കുറെ ആൾക്കാർ. ഓക്കെ, അപ്പോൾ എൻജോയ്. നമുക്ക് പന്തിലുള്ളവർ ഈ പാട്ടിൻ്റെ മീനിങ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. വെണ്ണിലവയിൽ എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. എൻജോയ്.
പ്രസൻസിനെയും ഒരു സ്നേഹവും ഒക്കെ ഒന്ന് കാണിച്ച് സൈക്കോളജിയുടെ സ്നേഹം ഒന്ന് അറിയിച്ചു ഒരിക്കൽ കൂടി. താങ്ക് യു സർ. താങ്ക് യു. നമ്മളൊപ്പം ചേർന്നതിന്റെ ഒരുപാട് സ്നേഹം. ഇപ്പോൾ കാണാം. ഓക്കെ, ഹാപ്പി ചെയ്യുക. ഡാൻസും കൂടി എടുത്തപ്പോൾ ഒരു കളർഫുൾ ഡാൻസിലേക്കാണ്, ഒരു കേരള ഫ്യൂഷൻ ഡാൻസുമായിട്ട് നമ്മുടെ ഡാൻസേഴ്സ് ഇതിലേക്ക് എത്തുകയാണ്. നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് നമ്മുടെ ഡാൻസേഴ്സിന്
കിഡിന് സിംഗേഴ്സാണ് നോർമൽ ചോദിക്കുന്നത്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഡിമാൻഡബിൾ ആയിട്ടുള്ള 4 സിംഗേഴ്സാണ്. ഒരുപാട് സെലിബ്രിറ്റി ഷോസ് കേരളത്തിനകത്ത് പുറത്തൊക്കെ ചെയ്യുന്ന മിടുക്കന്മാരും മിടുക്കികളുമാണ് ഈ വേദിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഗായകനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കണ്ട അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സിലെ നിരവധി ഷോകളിൽ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സംഗീത സംവിധായകം കൂടിയാണ്. നമ്മളെല്ലാവരും കണ്ട ഉപ്പും മുളകും എന്ന സീരീസിലൊക്കെ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ചേർന്ന് നിറഞ്ഞ ഒരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് ആ കലാകാരനെ ആദ്യമായിട്ട് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭാഗ്യരാജ്. ഹലോ, നമസ്കാരം. വളരെ സന്തോഷം എൻ്റെ നാട്ടിലെ ഒരു പ്രോഗ്രാം പാടാൻ ക്ഷണിച്ചതിൽ. ഞാൻ തൃപ്പൂണിത്തുറയാണ് സ്ഥലം. കുറച്ച് ലേറ്റായിട്ട് അറിയാം. നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. ഒരു അടിപൊളി പാടാൻ പോകുന്ന ഒരു മലയാളം സോങ്. അതിന് മുന്നേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ കുറച്ച് പാടിയിട്ട് നമുക്ക് അടിപൊളി പാട്ടിലേക്ക് പൊക്കോട്ടെ. ഒരു കൈയ്യടി തന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ ഒരു എനർജി ഉണ്ടാവും. നിങ്ങളുടെ കൈ 2 കൈകളിലെത്തി ആ സൗണ്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. താങ്ക് യു. ഓക്കെ.
പാട്ടിന്റെ വരികളെല്ലാം കുറെ കൂടെ പാടോ കേട്ടോ അല്ലേ 1 2 3 ഓക്കെ അടുത്ത പാട്ട് ഇവരെല്ലാ ചെറിയ മക്കൾക്ക് വേണ്ടി ശരിയാണ് എല്ലാ ചെറിയ മക്കൾക്ക് വേണ്ടി
എല്ലാവർക്കും നമസ്കാരം, പെരുന്നാൾ ആശംസകൾ. റെഡിയാണോ? മെലഡി വേണോ ഫാസ്റ്റ് വേണോ? ഫാസ്റ്റ് മതി അല്ലേ? പക്ഷേ തുടക്കം ഒരു മെലഡി വേണം. എല്ലാവരും കൊണ്ട് മെലഡി പഠിക്കും. എനിക്ക് ആഗ്രഹം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പാട്ട് പഠിക്കട്ടെ. Thank you.
Thank you.
Thank you.